ഹലോ ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. മെയ് ദിനം പവിയേട്ടൻ്റെ ദിനമാകുന്നു. ഇന്ന് മികച്ച രീതിയിലുള്ള കളക്ഷനാണ് സിനിമയ്ക്ക് വരുന്നത്. ഇന്നലത്തെ വെച്ച് നോക്കുമ്പോൾ 20% മുകളിലാണ് ഇന്നത്തെ കളക്ഷൻ സിനിമയ്ക്ക് വന്നിരിക്കുന്നത്. ഒരു ആവറേജ് മൂവി എന്നുള്ള പേരാണ് സിനിമയ്ക്ക് ലഭ്യമായിരിക്കുന്നത്. അതിൻ്റെ കളക്ഷൻ ഡീറ്റെയിൽസ് കാണുമ്പോഴും നമുക്കറിയാം വളരെ ലോ ബഡ്ജറ്റിൽ, അതായത് ദിലീപിൻ്റെ സിനിമകൾ വെച്ച് നോക്കുമ്പോൾ ലോ ബഡ്ജറ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഏകദേശം 8.5 കോടിയോളമാണ് സിനിമയുടെ ബഡ്ജറ്റായി വന്നതെങ്കിൽ ഈ 6 ദിവസം കൊണ്ട് സിനിമ 8 കോടിയിലേക്ക് വേൾഡ് വൈഡ് ആയിട്ടുള്ള കളക്ഷൻ നേടുന്നു എന്നുള്ളതാണ് എടുത്തു പറയാനുള്ളത്. കേരളത്തിൽ നിന്ന് മാത്രമായി 5 കോടിക്ക് മുകളിലെത്തിയ സിനിമ ഇന്നത്തെ കളക്ഷനോട് കൂടി 5.5 കോടിക്ക് മുകളിലേക്ക് എത്തും എന്നുള്ളതാണ് ഹൈലൈറ്റായി നിൽക്കുന്നത്. ഇവിടെ 6-ാം ദിവസം 408ഓളം ഷോകൾ ട്രാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ 25,000-ഓളം ആളുകളാണ് സിനിമ കണ്ടിരിക്കുന്നത്. 40 ലക്ഷത്തിന് മുകളിലാണ് സിനിമയുടെ കളക്ഷൻ വന്നിരിക്കുന്നത്. ഫൈനലായി പറയുന്നത് 51 ലക്ഷത്തോളം രൂപ. അതായത് ഇന്നലത്തെ കളക്ഷൻ 41 ലക്ഷം രൂപയായിരുന്നു, ഇന്ന് 51 ലക്ഷം രൂപയോളം ആകും എന്നുള്ളതാണ്. അതായത് ഒരു 75-80 ലക്ഷത്തോളം രൂപയായിരിക്കും ഇന്നത്തെ കളക്ഷൻ. അതായത് കഴിഞ്ഞ 2 ദിവസത്തെ കളക്ഷൻ, തിങ്കൾ ചൊവ്വ കളക്ഷൻ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ബുധനാഴ്ച മികച്ച കളക്ഷനായിട്ടാണ് വരുന്നത്. പ്രത്യേകിച്ച് അവധി ദിനമായതുകൊണ്ട് അത് പ്രതിഫലിക്കുന്നു എന്നുള്ളതാണ്. എന്നിരുന്നാലും ശക്തമായി കഠിനമായ ഒരു എതിരാളി ഇപ്പോൾ പുതിയതായി വന്നിരിക്കുന്നു. വേറെ ഒന്നുമല്ല, നിരന്തരം ഓടുന്ന അല്ലെങ്കിൽ സ്ഥിരമായി സിനിമ ഇപ്പോൾ ഉള്ള 3-4 സിനിമകളല്ല, ഇന്നത്തെ റിലീസ് തന്നെയാണ്. ആ ഒരു റിലീസിനിടയിലും സിനിമയ്ക്ക് മികച്ച കളക്ഷൻ കൊയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഈ സിനിമയെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു എമൗണ്ട് മികച്ച കളക്ഷനാണ്. പക്ഷേ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ആ ലെവലിലുള്ള കളക്ഷനൊന്നും അല്ല സിനിമയ്ക്ക് ആദ്യം മുതൽ വരുന്നത്. എന്താണെങ്കിലും ഈ ഒരു സിനിമ ഏത് റേഞ്ചിലേക്ക് എത്തുമെന്നുള്ള വരും ദിവസങ്ങളിൽ അറിയാം. കാരണം വരുന്ന ദിവസങ്ങളിൽ മികച്ച റിലീസുകൾ ഇനിയും വരുന്നു. നടികർ തിലകം പോലെയുള്ള സിനിമകൾ വരുന്നു. അപ്പോൾ കാത്തിരിക്കാം സിനിമ ഏത് റേഞ്ചിലേക്ക് പോകും. സിനിമ വിജയിക്കണമെങ്കിൽ ഏറെക്കുറെ 18 കോടി 20 കോടി റേഞ്ചിൽ വേണം. വേൾഡ് വൈഡ് ആയിട്ട് സിനിമ ആ റേഞ്ചിലേക്ക് എത്തുമോ? കേരളത്തിൽ നിന്ന് ആ റേഞ്ചിലേക്ക് എത്തുമെന്നുള്ള വലിയ പ്രതീക്ഷകളൊന്നുമില്ല. എന്താണെങ്കിലും നമുക്ക് കാത്തിരിക്കാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിലും സപ്പോർട്ട് ചെയ്തണം ഗ്രേറ്റ് മീഡിയാസ്.